വാട്സപ്പ് ഉപയോക്താക്കൾ കാത്തിരുന്ന പുതിയൊരു അപ്ഡേഷൻ കൂടി എത്തിയിരിക്കുകയാണ്. യൂസർമാർക്ക് വ്യത്യസ്ത പ്ലാറ്റ്ഫോമിലുള്ള അവരുടെ സുഹൃത്തുക്കൾക്ക് സന്ദേശം വാട്സപ്പിലൂടെ കൈമാറാൻ കഴിയുന്ന ഫീച്ചറാണിത്. തേർഡ് പാർട്ടി ചാറ്റ് ആപ്പുകളെ പിന്തുണയ്ക്കുന്ന ഫീച്ചർ വാട്സപ്പിലേക്ക് വരികയാണ്. ഇനി മുതൽ വാട്സപ്പിൽ നിന്ന് മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് നേരിട്ട് മെസ്സേജുകളും വീഡിയോകളും ഓഡിയോകളും ഡോക്യുമെന്റുകളും അയക്കാനും സ്വീകരിക്കാനും കഴിയും. വാട്സപ്പ് സെറ്റിംഗ്സിലെ തേർഡ് പാർട്ടി ചാറ്റ്സ് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫീച്ചറിലൂടെ യൂസർമാർക്ക് മറ്റ് പ്ലാറ്റ്ഫോമിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്താം. മറ്റ് ഇൻസ്റ്റന്റ് മെസ്സേജിംഗ് ആപ്പുകളേക്കാൾ മുൻതൂക്കം വാട്സപ്പിന് ഉറപ്പിക്കാവുന്ന ഒരു ഫീച്ചർ കൂടിയാണ് വരാൻ പോകുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് പ്രകാരമാണ് തേർഡ് പാർട്ടി ചാറ്റ് ആപ്പുകളെ പിന്തുണയ്ക്കുന്ന ഫീച്ചർ വാട്സപ്പ് അവതരിപ്പിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിലേക്കാണ് ഈ ഫീച്ചർ എത്തിയത് എന്നാണ് വിവരം. ടെക് ഭീമനായ മെറ്റയെ ഡിജിറ്റൽ മാർക്കറ്റിലെ അവരുടെ ആധിപത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗേറ്റ് കീപ്പേഴ്സ് എന്ന നിലയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിൽ രേഖപ്പെടുത്തുന്നത്. മറ്റ് ആപ്പുകളുമായി ആരോഗ്യകരമായ മത്സരം ഉണ്ടാവുക എന്ന ലക്ഷ്യത്തോടെയാണ് തേർഡ് പാർട്ടികൾക്ക് സർവീസുകൾ തുറന്നുകൊടുക്കാനുള്ള അവസരം ഒരുക്കുന്നത്. തേർഡ് പാർട്ടി ആപ്പ് ചാറ്റിലെ മെസ്സേജുകൾ വാട്സപ്പ് ഇൻബോക്സിൽ തന്നെയോ അല്ലെങ്കിൽ വേറിട്ട മറ്റൊരു ഇൻബോക്സിലായോ ലഭ്യമാകും. ഒപ്പം മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള മെസ്സേജുകളുടെ പുഷ് നോട്ടിഫിക്കേഷൻ, മീഡിയ അപ്ലോഡ് ക്വാളിറ്റി, ഇൻ ആപ്പ് അലേർട്ട് എന്നിവ കസ്റ്റമൈസ് ചെയ്യാനും കഴിയും. അതേസമയം ഏതൊക്കെ തേർഡ് പാർട്ടി ആപ്പുകൾ വാട്സപ്പിൽ അനുവദനീയമാകുമെന്ന കാര്യം ഇനിയും വ്യക്തമല്ല. വാട്സപ്പിന്റെ ശക്തമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ തേർഡ് പാർട്ടി ചാറ്റ് ആപ്പുകൾ പാലിക്കേണ്ടതുണ്ട്. എല്ലാത്തരം ചാറ്റുകൾക്കും എൻക്രിപ്ഷൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകൾ ഉറപ്പുവരുത്തണമെന്നാണ് മെറ്റയുടെ നിർദ്ദേശം. തേർഡ് പാർട്ടി ആപ്പുകളിൽ നിന്നുള്ള മെസ്സേജുകൾ സ്വീകരിക്കാനായി വാട്സപ്പിൽ ഒരു പ്രത്യേക ഇൻബോക്സ് പ്രത്യക്ഷപ്പെടാനും സാധ്യതയുണ്ട്. വാട്സപ്പിൽ മറ്റു ചാറ്റ് ആപ്പുകളിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകളും ഇന്നപ്പ് അലേർട്ടുകളും ലഭിക്കുന്നതിനും മീഡിയ അപ്ലോഡ് ക്വാളിറ്റി സജ്ജീകരിക്കുന്നതിനുമുള്ള സംവിധാനങ്ങളും മെറ്റ ഒരുക്കിയേക്കുമെന്നാണ് സൂചന. പുതിയ ഫീച്ചർ അനുസരിച്ച് വാട്സപ്പിലേക്ക് മറ്റ് ആപ്പുകളിൽ നിന്നും തിരിച്ചും മെസ്സേജുകൾ കൈമാറാം. എന്നാൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ്, സ്റ്റിക്കറുകൾ, ഡിസപ്പയറിംഗ് മെസ്സേജ് തുടങ്ങിയ ഫീച്ചറുകൾ ഇതിൽ ലഭ്യമായേക്കില്ല. ആദ്യഘട്ടത്തിൽ പുത്തൻ ഫീച്ചറായ തേർഡ് പാർട്ടി ചാറ്റ് ഫീച്ചർ ലോഞ്ച് ചെയ്യുക യൂറോപ്പിലാകുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. തേർഡ് പാർട്ടി ചാറ്റ് ഓപ്ഷൻ ഇന്ത്യയിലേക്ക് എന്നെത്തുമെന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും ഇനിയും പുറത്തു വന്നിട്ടില്ല. നിലവിൽ യൂറോപ്പിലെ നിയമങ്ങൾ അനുസരിച്ചാണ് വാട്സപ്പ് ഇത്തരം ഒരു ഫീച്ചർ തയ്യാറാക്കിയിരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളുള്ള മെസ്സേജിംഗ് സേവനങ്ങളിൽ ഒന്നായ വാട്സപ്പ് ഇന്നും കോടിക്കണക്കിന് ആളുകളുടെ ദൈനംദിന ആശയവിനിമയത്തിന്റെ പ്രധാന ഭാഗമാണ്. പുതിയ ഫീച്ചറുകളും സുരക്ഷാ മെച്ചപ്പെടുത്തലുകളും വരുത്തി പ്ലാറ്റ്ഫോം കൂടുതൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നതിനാൽ വാട്സപ്പ് ഇപ്പോഴും ആഗോളതലത്തിൽ ഏറ്റവും വിശ്വസനീയമേറിയ ആശയവിനിമയ സേവനങ്ങളിൽ ഒന്നായി തുടർന്നു വരികയാണ്. ലോകത്ത് 2 ബില്യണിലധികം ഉപയോക്താക്കളുള്ള ഈ പ്ലാറ്റ്ഫോം പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്പായാണ് നിലനിന്നു വരുന്നത്.